ഹായ് ഗേസ്, അങ്ങനെ അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യൻ ടീം ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. മലയാളികളായ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ ഫൈനലിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഒരു മലയാളി കരുത്തായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതായിരുന്നു. മലയാളി താരമായ ആരോൺ ജോർജിൻ്റെ ഒരു സെഞ്ചുറി ഇന്നിങ്സ് ആണ് ഇന്ത്യയെ വിജയതീരത്ത് എത്തിച്ചത് എന്ന് തന്നെ പറയാം. അതിനാൽ ഇന്ത്യ ഫൈനലിൽ എത്തിയപ്പോൾ മലയാളികൾ ഏറെ സന്തോഷിക്കുന്ന നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 മത്സരങ്ങളിലും താരത്തിന് ബാറ്റിങ്ങിൽ മികച്ചൊരു ഇന്നിങ്സ് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ നിർണായകമായ ഈ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യൻ ബാറ്റിങ്ങിനെ മുന്നിൽ നിന്നും നയിച്ചതും ആരോൺ ജോർജായിരുന്നു. 115 റൺസാണ് താരം നേടിയത്. അതും 2 സിക്സും 15 ഫോറുകളുമൊക്കെ അടങ്ങുന്ന മനോഹരമായ ഒരു ഇന്നിങ്സ് തന്നെയാണ് ആരോൺ കളിച്ചത്. എന്തായാലും ആരോണിൻ്റെ ഈ ഒരു ഇന്നിങ്സിലൂടെ ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നെടുംതൂണായി മാറാനും താരത്തിന് കഴിഞ്ഞു. ഇന്ത്യയെ ഫൈനലിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും മികച്ചൊരു ഫോമിലേക്ക് ആരോൺ മടങ്ങി എത്തിയതും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയൊരു സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒരു കാര്യമാണ്. നാളെ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെയാണ് ഇന്ത്യ നേടാൻ വേണ്ടി ഇറങ്ങുന്നത്. ആ ഒരു മത്സരത്തിൽ ഇന്ത്യ വിജയിക്കട്ടെ, കിരീടം സ്വന്തമാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. 5 തവണ അണ്ടർ-19 ലോക കിരീടം നേടിയ ഇന്ത്യ 6ാം തവണ കിരീടത്തിനു വേണ്ടിയാണ് നാളെ ഇറങ്ങുന്നത്. അതും കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരമായതുകൊണ്ട് മികച്ചൊരു പോരാട്ടം തന്നെ നമുക്ക് നാളെ കാണാൻ വേണ്ടി കഴിയും. എന്നാലും സെമി ഫൈനലിൽ ഇന്നലെ നടന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ മികച്ച പ്രകടനം തന്നെയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കെതിരെ 311 എന്ന വിജയലക്ഷ്യമായിരുന്നു മുന്നിൽ വച്ചിരുന്നത്. അതും സെമി ഫൈനലിൽ ഈ ഒരു വമ്പൻ സ്കോർ മുന്നിൽ വെച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനു മുമ്പിൽ അതിനെ മറികടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. എന്നാൽ ഇന്ത്യ വളരെ കൂളായിട്ട് വളരെ അനായാസം ആ ഒരു വമ്പൻ സ്കോറിനെ മറികടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതും 41ാം ഓവറിൽ തന്നെ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ അഫ്ഗാൻ്റെ ആ വമ്പൻ സ്കോറിനെ മറികടന്നു. അങ്ങനെയാണ് ഇന്ത്യ ഇപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇംഗ്ലണ്ടിനെ നേടാൻ പോകുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ആത്മവിശ്വാസം ഇന്ത്യൻ ബാറ്റിംഗ് നിര ഇന്ത്യൻ ടീം നേടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എത്ര വലിയ സ്കോർ വന്നാലും അതിനെയൊക്കെ മറികടക്കാനുള്ള കരുത്ത് തങ്ങളുടെ ബാറ്റിംഗ് നിരയ്ക്കുണ്ട് എന്നുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസം എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇന്നലത്തെ സെമി ഫൈനൽ പോരാട്ടത്തോടു കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനാൽ അതിൻ്റെ ഒരു മുൻതൂക്കം എന്തായാലും നാളെ ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ നേടാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഇന്ത്യക്കുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ആരോൺ ജോർജ് കഴിഞ്ഞ 3 മത്സരങ്ങളിലും നിരാശാജനകമായ പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത്. ഒരു മികച്ച ഇന്നിങ്സ് ആരോണിന് കളിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ത്യ പ്രതീക്ഷിച്ച ഒരു ഇന്നിങ്സ് ഇന്നലെയായിരുന്നു ആരോൺ ജോർജ് കളിച്ചത്. ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിക്കൊണ്ട് ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് പട നയിക്കാൻ, ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ ആരോണിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മലയാളികളായ നമ്മളെ സംബന്ധിച്ച് ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്. അത് കാരണം ആരോൺ ജോർജിൻ്റെ ബാറ്റിൽ നിന്നും നാളെ ഫൈനൽ പോരാട്ടത്തിലും ഇന്ത്യ വലിയ പ്രതീക്ഷ തന്നെയാണ് വയ്ക്കുന്നത്. ഇതുകൂടാതെ എടുത്തു പറയേണ്ടത് താരം വൈഭവ് സൂര്യവംശി തന്നെയാണ്. ഈ ഒരു ടൂർണമെൻറ്റിൽ മികച്ച ഇന്നിങ്സ് വൈഭവ് സൂര്യവംശിക്കും കളിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്നലെ അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ വമ്പൻ സ്കോറിന് മുമ്പിൽ ഏറ്റവും അപകടകാരിയായി മാറിയത് വൈഭവ് സൂര്യവംശിയായിരുന്നു. 33 പന്തുകളിൽ നിന്നായിട്ട് 68 റൺസാണ് താരം നേടിയത്. 4 പടുകുറ്റൻ സിക്സറുകൾ ഉൾപ്പെടെയുള്ള ഒരു മനോഹരമായ ഇന്നിങ്സ്. ആരാധകരെയെല്ലാം ആവേശത്തിലാഴ്ത്തുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു വൈഭവ് ഇന്നലെ കാഴ്ചവെച്ചത്. അങ്ങനെ എന്തായാലും വൈഭവിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് സെമി ഫൈനലിൽ അഫ്ഗാനെതിരെ കാണാൻ കഴിഞ്ഞു. അതും ഇന്ത്യയെ സംബന്ധിച്ച് നാളെ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ഒരു നിർണായകമായ ഒരു ബാറ്റിംഗ് കരുത്ത് തന്നെയാണ് വൈഭവ് സൂര്യവംശിയുടെ ഇന്നിങ്സ്. പ്രത്യേകിച്ച് വൈഭവിൻ്റെ ആ ഒരു അപകടകാരിയായി ഏറെ മാറിയ ആ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്ത്യക്ക് ഇത്ര അനായാസമായിട്ട് 41ാം ഓവറിൽ തന്നെ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഇന്ത്യ സ്കോറിനെ അതിവേഗമാണ് വൈഭവ്
തൻ്റെ ഓരോ ഷോട്ടിലൂടെയും ചലിപ്പിച്ചതും ഒപ്പം തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു സമ്മർദ്ദത്തെ, ഈ വമ്പൻ സ്കോറിന് മുമ്പിലുള്ള ആ ഒരു സമ്മർദ്ദത്തെ പോലും മറികടക്കാൻ ഇന്ത്യക്ക് കരുത്തായി മാറിയതും വൈഭവ് സൂര്യവംശിയുടെ ഇന്നിങ്സ് തന്നെയായിരുന്നു. കൂടാതെ ഇന്ത്യൻ ക്യാപ്റ്റനായ ആയുഷ് മാത്രയും മികച്ചൊരു ഇന്നിങ്സാണ് കളിച്ചത്. 62 റൺസാണ് താരം നേടിയത്. കൂടാതെ കഴിഞ്ഞ ദിവസം സെഞ്ചുറി നേടിയ വിഹാൽ മൽഹോത്രയും പുറത്താകാതെ 38 റൺസുമായി മികച്ച ഇന്നിങ്സ് കളിച്ചിരുന്നു. എന്തായാലും ഇന്ത്യൻ ബാറ്റിംഗ് നിര മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ച് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ നേടാനുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസം ഇന്ത്യൻ ബാറ്റിംഗ് നിര നേടിയിരിക്കുകയാണ്. നാളെ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് 6ാം കിരീടം സ്വന്തമാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് എല്ലാ ഭാവങ്ങളും ആശംസകളും ഇന്ത്യൻ ടീമിന് നമുക്ക് നേരാം.